എല്ലാ പെണ്ണുങ്ങളും ഇപ്പോ ഏതാണ്ട് ഒരു ഓൺലൈൻ മുരീദുമാരാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവസാന ഭാഗം വരെ കേട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ അകത്ത് ഞാൻ തംബ്നെയിലിൽ വെച്ചിട്ടുള്ളത് ഓൺലൈൻ മജ്ലിസിൽ പ്രഗത്ഭരായ ആൾക്കാരുടെ പിക്കാണ് വെച്ചിട്ടുള്ളത്. അവരുടെ ഫോട്ടോ അതും ഞാൻ ഷെയർ ചെയ്തിട്ടായിരിക്കും വെക്കുന്നുള്ളത്. അപ്പോൾ അവരുടെ മുഖം ശരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആദ്യമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ വെച്ചിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഓൺലൈൻ മജ്ലിസിൽ തന്നെ ടോപ്പിലിരിക്കുന്നതായ ഓൺലൈൻ മജ്ലിസിൻ്റെ വ്യൂവർസിൽ തന്നെ അധികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ മജ്ലിസുകളുടെ നേതൃത്വം കൊടുക്കുന്നതായ ആൾക്കാരുടെ പിക്കാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരിക്കലും താരതമ്യം ഒരിക്കലും ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ ഇവിടെ എവിടെയും ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അകത്ത് താരതമ്യം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. EK സമസ്ത, അതേപോലെ SK സമസ്തയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ഒരിക്കലും എവിടെയും ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു ഇമേജ് വെക്കാനുള്ള റീസണും, ഇതിൽ സമസ്തക്കാരുണ്ട്, അതേപോലെ SSFൻ്റെ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആൾക്കാരുമുണ്ട്, എല്ലാ സംഘടനയുടെ ആൾക്കാരും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് തന്നെ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കണം. നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനമായിട്ട് പൊട്ടന്മാരായി പോകും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ ഓൺലൈൻ മജ്ലിസുകൾ കാണുന്നുണ്ടായേക്കാം. ഓൺലൈൻ മജ്ലിസുകൾ എന്തൊക്കെയാണ് അതിൽ പിഴവുകൾ വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞു വെക്കുന്നതല്ല. മുന്നേ ഞാൻ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ വയല് ആദ്യം ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിംസാർ ലക്കോദവി ഉസ്താദിൻ്റെതും ഒന്ന് ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കബീർ ബാക്കവി ഉസ്താദിൻ്റെ ഒരു വയല് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. വാട്സപ്പിലൂടെയാണ് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇത് ഓൺലൈൻ മജ്ലിസ് മുഖേന. ഓൺലൈൻ മജ്ലിസിൽ പണം മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്നതായ ചില വ്യക്തികളുമുണ്ട്. ഇനി പണം ലഭിക്കാതെ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാത്രം വരുമാനം വാങ്ങി കളക്ഷൻ ഒന്നും ചെയ്യാതെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും തന്നെ കൊടുക്കാതെ നടത്തുന്ന മജ്ലിസുകളുമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പേരെടുക്കുന്നില്ല, ഒരു മജ്ലിസിൻ്റെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുകയും ചെയ്യണം. യോജിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, യോജിച്ചേ പറ്റൂ. ഞാനിവിടെ ഒരിക്കലും കള്ളം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതല്ല. ശരി തന്നെയാണ്, ഞാൻ വീഡിയോ ചെയ്യുന്നത് വ്യൂവേഴ്സ് കുറേ ആൾക്കാർ കാണും, ഇതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പണം തട്ടിയെടുത്തിട്ടില്ല. നിങ്ങൾ അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ എവിടെയെങ്കിലും സ്കാനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എനിക്ക് പണം അയച്ചു തരൂ, ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾ പണം അയച്ചു തരൂ എന്നിങ്ങനെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു വീഡിയോ കാണിച്ചാൽ മതി. പെരുന്നാളിൻ്റെ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മൾ റോഡ് സൈഡിലുള്ളതായ പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവർ പണം ശേഖരിക്കുന്നത് എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയും അതിൽ സ്കാനർ കൊടുക്കുകയും അതിൽ നിന്ന് പണം പിരിപ്പിച്ചതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടക്കം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കണക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ ആവാതെയാണ് നമ്മൾ ആ പണത്തെ, നിങ്ങൾ തന്നതായ പണത്തെ അതുപോലെ നമ്മൾ കൊടുത്തത്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഒരു പ്രാവശ്യമാണ് നമ്മൾ കളക്ഷൻ ചെയ്തിട്ടുണ്ടായത്. അതിൽ നിന്ന് ഒരു രൂപ പോലും നമ്മൾ എടുത്തിട്ടില്ല. ഈ ഓൺലൈൻ മജ്ലിസ് നടത്തുന്നതായ ഉസ്താദന്മാർ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് അവർ കണക്ക് ഇട്ട് തന്നിട്ടുണ്ടോ? നിങ്ങൾ അയച്ച പണം ഇത്രയാണ്, ഇത് നമ്മൾ സ്വന്തം കാര്യത്തിനോ അല്ലെങ്കിൽ പാവങ്ങൾക്ക് സഹായിക്കാനോ ഇത്ര രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത്ര രൂപ ഇതാക്കിയിട്ടുണ്ട്, ഒരിക്കലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും പൊട്ടന്മാരാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നാടുകളിൽ തന്നെ, നിങ്ങളുടെ വീടുകളിൽ തന്നെ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എത്രയോ പാവങ്ങളുണ്ടല്ലോ, അവർക്ക് എന്തിനാണ് നിങ്ങൾ സഹായിക്കാതിരിക്കുന്നത്? അവർക്ക് സഹായിക്കുക. ഈ എവിടെയോ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് അവർ സംസാരിക്കുന്നത്, അവർ ദുആ ചെയ്യുമെന്ന് കരുതിയിട്ട് നിങ്ങൾ കണക്കില്ലാതെ കൊടുക്കുന്ന ഈ പണം, ഈ പെണ്ണുങ്ങളാണ് അധികമായിട്ടും അതിലേക്ക് പണം അയച്ചു കൊടുക്കുന്നത്. ഇത്താമാറും അതേപോലെ വയസ്സായ ഉമ്മമാറും. ഇവർ ഈ പണം അയച്ചു കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഇവർ സ്വന്തം പണമാണോ? അല്ല, അവരുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ഈ പണത്തെയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തിനാണ് ഈ ദുനിയാവിനെ ഇങ്ങനെയും ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെയും എന്തിനാണ് നിങ്ങൾ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും പൊട്ടന്മാരായി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈയിടത്തായിട്ട് എനിക്ക് വാട്സപ്പിലൂടെ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. കബീർ ബാക്കവി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കേൾപ്പിച്ചു തരാം. എല്ലാ പെണ്ണുങ്ങളും ഇപ്പോ ഏതാണ്ട് ഒരു ഓൺലൈൻ മുരീദുമാരാ. ഞാൻ പറയുമ്പോൾ തന്നെ ഉസ്താദ്മാരെന്നെ നോക്കും.
ഇതിപ്പോ പൂച്ചക്കാര് മണികെട്ടുമെന്ന് അറിയാതിരിക്കുകയാണ് ആള്. ഇത് വലിയ ആപത്താണ്. ഈ ഓൺലൈൻ ആളുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമുദായം വലിയ ആപത്തിലോട്ട് കടന്നു. ഇതിപ്പോ കതിരേതാ പതിരേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു വാരിതായ ദിക്റുകൾക്ക് സ്ഥാനമുണ്ടോ ഇല്ല, വാരിതായ സലാത്തുകൾക്ക് സ്ഥാനമുണ്ടോ ഇല്ല. പള്ളിയിൽ ഒരു മജ്‌ലിസ് നൂർ നടത്തിയാൽ ആളുകളില്ല, ഓൺലൈൻ മജ്‌ലിസ് നൂറിൽ പള്ളിയിൽ നമ്മുടെ പള്ളിയിലെ നമ്മുടെ കാരണവന്മാര് അവര് കബറടക്കപ്പെടുന്ന ഖബർസ്ഥാനിന്റെ ചാരെ നമ്മൾ ജുമ നമസ്കരിക്കുന്ന പള്ളിയുടെ മിഹ്റാബിൽ മലക്കുകൾ വാസമനുഷ്ഠിക്കുന്ന പള്ളികളിൽ ഒരു മജ്‌ലിസ് നൂറ് ഒരു ദിക്ർ നടത്തിയാൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? പള്ളിയിൽ വന്നാൽ wudu വേണം, അവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കണം, ആ പള്ളിയുടെ പവിത്രതയിൽ ഇരിക്കണം. അത് ഓൺലൈനിലാണെങ്കിലോ പള്ളിയിൽ പോവണ്ട, wudu വേണ്ട. ആ രീതിയിൽ നമ്മുടെ ആരാധനകൾ ആത്മീയതയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ആരാധനകളായി മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും വളരെ ഗൗരവത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു ദിക്റിന് എന്തുവായാലും പ്രതിഫലം നിശ്ചയിക്കുന്നത് ഓൺലൈനിൽ ആ സമയത്ത് എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല, ഫോളോവേഴ്സിന് നോക്കിയിട്ടല്ല. ഇപ്പൊ നേരെ നോക്കി ഓതാൻ യാസീൻ നോക്കി ഓതാൻ അറിയാത്തവരും വലിയ ശൈഖുനാമാരാ. യാസീൻ നേരെ നോക്കി മഹ്റജനുസരിച്ച് ഓതാൻ അറിയാത്ത ആളുകളും അവര് വലിയ ആളുകളാണ്. ഒരു വിഭാഗം സ്ത്രീകൾ മുഴുവനും ഓൺലൈനുകളായി മാറി അവരെല്ലാവരും അതിലൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാമെന്ന് കരുതുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാം എന്ന് പറയുന്ന ആ ദീനിന് ഒരു അടിത്തറയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ഒരു മനുഷ്യനില്ല, പടച്ചോനെ കുറിച്ച് പറയാൻ ഒരു മനുഷ്യരില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെ നോക്ക്. ഞാൻ ഈ ഓതിയ ഒരു ആയത്ത് നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്, അമ്മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? ഈ രാപകലുകളെ നിയന്ത്രിക്കുന്നതാരാ? ഈ ആകാശത്ത് നിന്ന് മഴ തരുന്നതാരാ? നിങ്ങൾക്ക് മക്കളെ തന്നതാരാ? നിങ്ങൾക്ക് ഭക്ഷണം തന്നതാരാ? നിങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ തന്നതാരാ? എന്റെ റബ്ബാണ് എന്ന് പറയാൻ ആളുകളില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ ഉസ്താദ് പറഞ്ഞു വെച്ചതായ അവസാനമായിട്ട് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ശരിക്കും യാസീന് പോലും അടക്കം ഓതാൻ അറിയാത്തതായ എത്രയോ ആൾക്കാർ മജ്‌ലിസുകളിലേക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, അത് 100% ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരി തന്നെയാണ്. എന്നാൽ അതിലൊന്നും ഞാൻ ശരിക്കും യോജിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അറിയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് അറിയുന്നതായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ശരിക്കും ഫാത്തിഹ ഓതാനോ യാസീൻ ഓതാനോ മൗലീദ് ഓതാൻ അടക്കം അറിയാത്ത ഒരു മനുഷ്യന് ഒരു മജ്‌ലിസിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് മജ്‌ലിസ് കാണുന്നത്, ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസത്തിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തും അറിയാത്ത ഒരു ആളാണ് മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നത്. അവനെ അംഗീകരിക്കാനായിട്ട് ചില ആൾക്കാർ അവർ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു, അവന് വേണ്ടതായ സാധനങ്ങൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ടതായ പണം കൊടുക്കുന്നു. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് പോലും ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ആ വ്യക്തിയുടെ കൈ കൊണ്ട് അലിഫ് എന്ന് എഴുതിപ്പിക്കുന്നു. എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അല്പമെങ്കിലും ബോധമുള്ളവരാവുക. ശരിയാണ് ഉസ്താദ് പറഞ്ഞത്, പള്ളിയിൽ ഇപ്പോൾ ആൾക്കാരില്ല. മജ്‌ലിസ് നൂറോ അല്ലെങ്കിൽ സ്വലാത്ത് മജ്‌ലിസോ എന്തെങ്കിലും ഒരു വാർഷികമോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരാൻ ആൾക്കാരില്ല, പള്ളിയിൽ കൊടുക്കാൻ പണമില്ല ആൾക്കാരുടെ കയ്യിൽ. ഓൺലൈൻ മജ്‌ലിസ് എവിടെയോ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ലക്ഷങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. സ്വന്തം പള്ളിയിലോ സ്വന്തം കുടുംബത്തിലോ സ്വന്തം നാട്ടിലോ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ പണമില്ല. എവിടെയോ ഇരുന്ന് സംസാരിക്കുന്ന, എവിടെയോ ഇരുന്ന് ദുആഇരക്കുന്ന ആൾക്കാർക്ക് പണം കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ലക്ഷങ്ങളാണുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ ശരിക്കും യോജിക്കുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഒരു അരമണിക്കൂർ ഈ പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ നോക്കേണ്ട, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ശരിയാണോ, എന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് അല്പനേരം ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ? നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. നല്ല നല്ല മജ്‌ലിസുകളും നടത്തുന്നുണ്ട്. യൂട്യൂബിൽ പണം വരുമാനം ലക്ഷ്യമാക്കാതെ
അതായത് സ്കാനറും മറ്റെന്തെങ്കിലും വെച്ച് പണം ജനങ്ങളിൽ നിന്ന് പിരിയിപ്പിക്കാതെ നടത്തുന്നതായ ചില മജ്ലിസുകളും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ അവരുടെ യൂട്യൂബിൻ്റെ വരുമാനം മാത്രമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഇങ്ങനെ നടത്തുന്ന മജ്ലിസുമുണ്ട്. മാത്രമല്ല ഈ മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുമ്പത്തെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഇവർ മജ്ലിസുകൾ കാണുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം ഏതാണ് നേരായ വഴിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യോജിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, 100% ഷുവറാണ്. ആയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. എത്രയോ ഇപ്പോൾ കബീർ ബാക്കി ഉസ്താദിൻ്റെ വയൽ കേട്ടു. മിഞ്ഞാന്ന് ഞാൻ സിംസാർ ലക്കുദവി ഉസ്താദിൻ്റെ വയൽ കേൾപ്പിച്ചു. അതിനു മുമ്പ് ഞാൻ അതായത് കുറേ ആൾക്കാരുടെ ഈ പ്രഭാഷണ മേഖലയിൽ നിന്ന് പിടിച്ചതായ എത്രയോ ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്കൊക്കെ ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കള്ളങ്ങളാണ് എന്നാണ്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.